സംസ്ഥാനത്ത് 308 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2082 രാജ്യത്ത് 841 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കർണാടകയിൽ 183 പേർക്കും മഹാരാഷ്ട്രയിൽ 172 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഐശ്വര്യ അനിൽ ചേരുന്ന വിവരങ്ങളുമായി. ഐശ്വര്യ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആശ്വാസകരമായിരുന്നത് രോഗമുക്തി നിരക്ക് അത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. സമാനമാണ് സാഹചര്യം ഇപ്പോഴും? എന്തോ തീർച്ചയായും രോഗമുക്തി നിരക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. സംസ്ഥാനത്ത് 308 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2082. അതായത് ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ ഒരു കുറവ് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തെ 841 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മറ്റൊന്ന്, കേരളത്തിന് പിന്നാലെ കർണാടകയിലും മഹാരാഷ്ട്രയിലും കോവിഡ് കേസുകൾ ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കർണാടകയിൽ 183 പേർക്കും മഹാരാഷ്ട്രയിൽ 172 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും രോഗമുക്തി നിരക്ക്, അതായത് ഈ രാജ്യത്തെ രോഗമുക്തി നിരക്ക് ഉയരുമ്പോൾ അതിൽ സംസ്ഥാനത്തെ കണക്കും ഏറെ ആശ്വാസകരമാണ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ള ദിവസമായി ഇന്ന് രാജ്യത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒപ്പം രാജ്യത്ത് ഇന്ന് 526 പേരാണ് രോഗമുക്തി നേടിയതെങ്കിൽ അതിൽ 344 പേരും സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. എന്തായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ സാഹചര്യം ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. ശരി ഐശ്വര്യ.